രണ്ടാമത്തെ മാസം ഒരു 10-20,000 രൂപ പ്രോഫിറ്റ് കിട്ടിയ പുള്ളി ഹാപ്പിയായി. പിന്നെ പുള്ളി തന്നെ പലരിടത്തും പറഞ്ഞു സീഡ് ഫോർ ഇയുടെ ചാർജേഷൻ ആളുകൾക്ക് പ്രോഫിറ്റ് ആവുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മൾ പലരോട് പറയുമ്പോഴും അവർക്കൊക്കെ ഇത് പ്രോഫിറ്റ് ആണോ, ഇത് എങ്ങനെയാണെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പരിചയമുള്ള ഒരാളിനെ കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇത് ഇൻവെസ്റ്റ് ചെയ്തത്. പുള്ളി അന്ന് എടുത്ത ഇതൊരു ബേസ് മോഡലായിരുന്നു, വലിയ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ബേസ് മോഡൽ എടുത്തത്. പുള്ളിക്ക് തന്നെ രണ്ടാമത്തെ മാസം ഒരു 10-20,000 രൂപ പ്രോഫിറ്റ് കിട്ടിയ പുള്ളി ഹാപ്പിയായി. പിന്നെ പുള്ളി തന്നെ പലരിടത്തും പറഞ്ഞു ഓക്കെ ഇത് കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ അങ്ങനെയാണ് നമുക്കിപ്പോൾ ഇത്രയും ചാർജേഷനും കാര്യങ്ങളും എല്ലാം അതിന്റെ ഒരു ബേസിലാണ്. ഇപ്പൊ ആളുകൾക്ക് നമ്മളിപ്പോ പറയുമ്പോൾ തന്നെ ആളുകൾക്ക് പറയാം ഓക്കെ ഇത് പ്രോഫിറ്റ് ആണ്, ഇത്രയൊക്കെ വണ്ടി വരുന്നുണ്ടല്ലോ. ഇപ്പൊ മാരുതിയുടെ വണ്ടിയൊക്കെ ഡിസംബറിൽ ഇറങ്ങാൻ പോവാ. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ചാർജിങ് നടക്കുന്ന ആളുകൾ ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങി. പണ്ട് നമ്മൾ ഇതെല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ആളുകൾക്ക്, ഇത് ഇങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ആ ഒരു സാഹചര്യം വരുന്നില്ല, ആളുകൾ കുറെയൊക്കെ ഇതിനെപ്പറ്റി അറിയാം. അപ്പൊ അത് നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയി.